ഇന്ന് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ച് പഞ്ചായത്തിന്റെ കർമ്മപദ്ധതികളൊക്കെ തയ്യാറാക്കി പഞ്ചായത്ത് ഓഫീസിലും വാർഡിലുമായി ഒതുങ്ങിക്കൂടേണ്ട അല്ലെങ്കിൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ 7 പേര് രാവും പകലും കിഴക്കമ്പലത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉപവസിക്കേണ്ട ഒരു ഗതികേടുണ്ടായെങ്കിലും അങ്ങനെ ഒരു സമരത്തിന് നിയോഗിക്കപ്പെട്ട് സന്നദ്ധരായ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങളെ, പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, കിഴക്കമ്പലം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വല്ലാതെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പ്രദേശമാണ്. കേരളത്തിലെ 941 പഞ്ചായത്തുകളിൽ കിഴക്കമ്പലം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ്. 2015 കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചുകൊണ്ട് സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വൻകിട കോർപ്പറേഷന്റെ സ്വന്തം രാഷ്ട്രീയ പാർട്ടി മാധ്യമ താളുകളിൽ നിറഞ്ഞു. അന്ന് 2015 ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തടക്കം നമ്മൾ ധാരാളം ബോർഡുകൾ കണ്ടു. ആ ബോർഡുകൾ കിഴക്കമ്പലക്കാർക്ക് നൽകിയ സൂചന 2020 ആകുമ്പോഴേക്കും 5 കൊല്ലം കൊണ്ട് ഈ കിഴക്കമ്പലത്തെ ഒരു വിശ്വോത്തര പഞ്ചായത്താക്കി മാറ്റും. കിഴക്കമ്പലത്തിന്റെ നഗരവീഥികൾ സിംഗപ്പൂരിന് വെല്ലുന്നതായി മാറും. ഇവിടെ ഒരുപക്ഷെ വീട്ടിൽ മെത്തയിൽ കിടന്നുറങ്ങുന്നതിനേക്കാൾ നന്നായി കിഴക്കമ്പലത്തിന്റെ തെരുവിലെ ഫുട്പാത്തുകളിൽ ഉറങ്ങാൻ കഴിയുന്ന സൗകര്യമൊരുക്കും. കിഴക്കമ്പലത്തിന്റെ എല്ലാ വീടുകളിലും സൗജന്യമായി വൈഫൈ എത്തിക്കും. ടോയ്ലറ്റിൽ വരെ പോയി ഇരിക്കേണ്ട ആവശ്യം വരില്ല, നിന്ന തന്നെ നമ്മൾ അറിയാത്ത കാര്യം നടന്നു പോകും. അത്തരം പരുവത്തിൽ സംഗതിയാകം മെച്ചപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപിച്ചത്. കിഴക്കമ്പലത്തുകാർ അതെല്ലാം കേട്ട് വല്ലാതെ ആഹ്ലാദിച്ചു, കുത്തിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ഒരു നഗരം പണിയാൻ പോകുന്ന ശില്പിയെ ഈ പഞ്ചായത്തിന്റെ ഭരണം ഏൽപ്പിക്കണമെന്ന് കിഴക്കമ്പലത്തുകാർ തീരുമാനിച്ചതിലും തെറ്റില്ല. കാരണം ഇന്ന് വരെ ലോകത്ത് ഒരിടത്തും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്തതാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, സാബു സാറ് പറഞ്ഞാൽ ചെയ്തിരിക്കും, ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ. അങ്ങനെയാണ്. പക്ഷേ 2015 മുതൽ 25 കൊല്ലം വരെ ആയപ്പോഴേക്കും 20 കൊല്ലം കൊണ്ട് എന്താണ് ഇങ്ങനെ പറയുന്നതെന്നും എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും നമുക്ക് നന്നായി ബോധ്യമായി. ഈ നാട് ഗുണമുണ്ടാകുന്ന ഒരു കാര്യവും ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ചെയ്തതായി നമുക്കറിവില്ല. സ്വാഭാവികമായും ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡ് ഇതാണല്ലോ ഇന്നത്തെ സമരത്തിന്റെ നിദാനമായിട്ടുള്ള ഒരു കേന്ദ്രബിന്ദു. ഈ ബസ് സ്റ്റാൻഡ് പണിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ ബസ് സ്റ്റാൻഡ് പണി പൂർത്തിയാക്കിയിട്ട് എത്ര കാലമായി? ഈ ബസ് സ്റ്റാൻഡ് കോഴിമുട്ടക്ക് ചീമുട്ടക്ക് അടയിരിക്കുന്ന പൊരുത കോഴിയെ പോലെ ഇതിന് അടയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ചീമുട്ടക്ക് അടയിരുന്ന മുട്ട വിരിയില്ല, ജീവനുള്ള മുട്ടയെ വിരിയുള്ളൂ. ആ വിരിയാത്ത മുട്ടയ്ക്ക് പൊരുന്തിയ കോടി അടയിരിക്കുന്നത് പോലെ ഈ ബസ് സ്റ്റാൻഡിന് മുതലാളിയും കുറെ സിംഗടികളും കൂടെ കുറെ കാലമായി അടയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായി ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുന്നുണ്ട്. എന്താണെന്നറിയോ? കണ്ടില്ലേ, ഞങ്ങളുടെ സാറ് കരുത്തുള്ളവന്റെ കൂടെ കൂടിയപ്പോ ബസ് സ്റ്റാൻഡ് അടച്ചിട്ടും ഒരുത്തിനും ധൈര്യമില്ല, ചങ്കൂറ്റമില്ല, അനങ്ങുന്നില്ല. മോളിലെ മോഡിയും താഴെ സാറും. അവിടെ അമിത്ഷാ ഉണ്ട്, മോഡിയുണ്ട്. ഞങ്ങൾ ആ കൂട്ടത്തിൽ ചേർന്നപ്പോ ഒരുത്തിനും ധൈര്യമില്ല. ബസ് സ്റ്റാൻഡ് അടച്ചിട്ട് ഇത്രയും ദിവസമായി എവിടെ പോയി എല്ലാവരും? എവിടെ ഒളിച്ചു എന്ന ചോദ്യം. നാണം കെട്ടവന്റെ ആസനത്ത് മുറിച്ച് ആലിന്മേൽ ഊഞ്ഞാല് കെട്ടി അതിന്റെ പടം എടുത്തിട്ട് എന്റെ മിടുക്ക് കണ്ടില്ലേ എന്ന് പറയുന്ന ചില കുബുദ്ധികളുണ്ടല്ലോ. നിങ്ങളുടെ ദിക്ക് അത്ര ഗംഭീരമാണ്, ഞങ്ങൾ സമ്മതിക്കാം. പക്ഷേ അത് ആസനത്തിൽ മുളച്ചതാണെന്ന് ഓർക്കണം. അതിന് കെട്ടിക്ക ഊഞ്ഞാല്. പക്ഷേ ഈ ബസ് സ്റ്റാൻഡ് എന്താ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെല്ലാം പേടിച്ചോടിയെന്നാണോ വിളിച്ചത്? ഭയന്നോടിയെന്നാണോ? നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം കൂടി കിഴക്കമ്പലത്ത് വന്ന് നിരന്നാൽ ഈ നാട്ടിലെ ആളുകൾ ഓടുവോ? ചാണകം ഭക്ഷിച്ചും മൂത്രം കുടിച്ചും ഈ നാട് ഒന്നായില്ല. നിങ്ങൾ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൂടെ ചേർന്ന് ചാണകമെന്ന ഭോജ്യത്തെയും ഈ മൂത്രമെന്ന പാനീയത്തെയും പവിത്രമായി കണ്ടോളൂ. ഞാൻ ഇന്ന് അവരുടെ കമ്മിറ്റിയുടെ ഒരു പാനൽ കണ്ടു, ഫേസ്ബുക്കിൽ കണ്ടത്. മണ്ഡലം കമ്മിറ്റി. ഞാൻ ആ മണ്ഡലം കമ്മിറ്റി ഒന്ന് പരിശോധിച്ചപ്പോ 48 പേരുണ്ട് ആ മണ്ഡലം കമ്മിറ്റിയിൽ. ഒരു 3, 4, 5, 6 ക്ഷണിതാക്കൾ ഉൾപ്പെടെ. ആ 48 പേരില് അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ പറയാൻ നിർബന്ധിക്കപ്പെടുകയാണ്.
ആ 48 പേരിൽ 45 പേരും ഒരേ പോലുള്ളവരാണ്, ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. 3 പേരാണ് പുറത്തുള്ളത്. ഈ 45 പേരെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ശുദ്ധ നസ്രാണികളാണ്. ബി ജെ പിയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി ബി ജെ പി ക്ഷണിച്ചിട്ട് ഈ പലയിടത്തുനിന്നും പലതരത്തിൽ ക്ഷണിച്ചിട്ട് ഇവരെ കിട്ടുന്നില്ല. ഇടയ്ക്ക് നസ്രാണിയെ ബി ജെ പി ആക്കാൻ വേണ്ടി കാസ എന്ന് പറയുന്ന ഒരു സംഘടന ഈ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇടയ്ക്കുണ്ടായി. കാസ വിളിച്ചിട്ടും കാര്യമായി ആള് ചെല്ലുന്നില്ല. അങ്ങനെ കാസ വിളിച്ചിട്ടും ബി ജെ പി ചേരാത്ത ആളുകളെ ബി ജെ പിയിലേക്ക് ആട്ടിത്തെളിക്കാൻ വേണ്ടി പച്ചിലപ്രാവിനെ കാണിച്ച് ആടിനെ അറവശാലയിലേക്ക് നയിക്കുന്നത് പോലെ ആ ദൗത്യം നിറവേറ്റാൻ വേണ്ടി അവരാൽ നിയോഗിക്കപ്പെട്ട ഒരു സംഘടനയാണ് 2020 എന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ബി ജെ പി പരാജയപ്പെട്ടെടുത്ത്, RSS പരാജയപ്പെട്ടെടുത്ത്, കാസ പരാജയപ്പെട്ടെടുത്ത്, ഈ കിഴക്കമ്പലത്തിന്റെയും കുന്നത്തുനാടിന്റെയും മണ്ണിൽ നിന്ന് ബി ജെ പിയിലേക്ക് RSSന്റെ ചാണകഭോജികളുടെ മൂത്രം പാനീയമാക്കുന്നവരുടെ ആ താവളത്തിലേക്ക് ഈ പാവപ്പെട്ട ക്രിസ്ത്യാനിയെയും മുസൽമാനെയും അടക്കമുള്ള ആളുകളെ, പാവപ്പെട്ട ഹിന്ദുക്കളടക്കം അവിടെ കൊണ്ടുപോയി ആ കാവിക്കൊടി ഒഴിക്കുന്നവരായി മാറ്റാൻ വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചതാണ് 2020 എന്ന് ഞങ്ങൾ 2014 ഇതുണ്ടായ കാലം മുതലേ പറയുന്നുണ്ട്. പക്ഷേ ബോധ്യായില്ല. ഇടയ്ക്ക് ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, വടക്കോട്ടാണ് പോക്ക്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ചില മീഡിയ അടക്കം പറഞ്ഞു 2020 ബി ജെ പിയോട് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വന്നു. സാറിന് ദേഷ്യം വന്നിട്ട് എന്താ പ്രതികരിച്ചത്? ഏതെങ്കിലും ബി ജെ പിയുടെ നേതാക്കന്മാരുമായി ഞാൻ ചർച്ച ചെയ്തതായി നിങ്ങൾക്ക് തെളിയിക്കാമോ? എനിക്ക് MLA ആകണമെങ്കിൽ, എനിക്ക് MP ആകണമെങ്കിൽ, എനിക്ക് മന്ത്രിയാകണമെങ്കിൽ ഒന്നും ഞൊടിച്ചാൽ മതി. നിങ്ങളെ ആരെയും വിട്ട് എനിക്കൊന്നും നേടേണ്ടതില്ല, ഞാൻ നേടില്ല. പിന്നെ എന്താ ഉണ്ടായത്? ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാരുമായി ഞാൻ ചർച്ച ചെയ്തതായി, കൂടിക്കാഴ്ച നടത്തിയതായി, കണ്ടതായി നിങ്ങൾക്ക് തെളിയിക്കാമോ? വല്ല വിവരവും ഉണ്ടോ എന്ന് ചോദിച്ച മുതലാളി ഇപ്പോ ഞാൻ ഒരു BJP 2020 ഒരു പ്രധാനപ്പെട്ട നേതാവിനെ പത്രസമ്മേളനം കഴിഞ്ഞ് വിളിച്ചു. സുഹൃത്തെ, നിങ്ങൾ ഈ ചാണകത്തിൽ ചാടിയോ? അപ്പൊ പറഞ്ഞു, ചേട്ടാ ഇല്ല. പിന്നെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. ബാംഗ്ലൂർ വെച്ചാണ് പത്രസമ്മേളനം കണ്ടത്. ഒരു വിവരമില്ല, കമ്മിറ്റി ഒന്നും കൂടിയിട്ടില്ല, തീരുമാനമൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് മലയിടംതുരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മലയിടംതുരത്തിൽ വന്നിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. മലയിടംതുരത്തിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 4 മണിക്ക് മുതലാളി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ഇവിടേക്ക് വരുന്നുണ്ട്, അപ്പൊ ഞങ്ങളൊന്ന് കാണുന്നുണ്ട്. കണ്ടിട്ടെന്തുണ്ടായി? ഞാനിങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു എന്നാണ് എന്റെ അറിവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഒപ്പം നിൽക്കാം. എന്തിനാ നിൽക്കേണ്ടത്? എന്ത് പുണ്യകർമ്മമാണ് ഈ സാധു മുതലാളി ചെയ്തത്? കിഴക്കമ്പലമടക്കം നമ്മൾ ഉന്നയിക്കുന്ന അതേ മുദ്രാവാക്യവുമായി നമ്മൾ ഇവിടെ സമരം നടക്കുമ്പോൾ അപ്പുറത്തൊരു യോഗം നടക്കുന്നുണ്ടായിരുന്നു. ആ യോഗത്തിന് കഴിഞ്ഞ് അവരിവിടേക്ക് മാർച്ച് ചെയ്യണമാണ്, വരുന്നോട്ടെ. സ്വാഭാവികമായും ഞാൻ പറഞ്ഞു, എന്താണ് ഈ കിഴക്കമ്പലത്ത് സംഭവിച്ചതെന്ന് പരിശോധിച്ചാൽ, ഈ അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചത്ത് കയറി കേട്ടിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 7 വാർഡ് നഷ്ടപ്പെട്ടിട്ട് സാറിന് ഉറക്കം കിട്ടുന്നില്ല. രാത്രി കിടക്കുമ്പോൾ ഉറക്കം ഞെട്ടി ഉണരുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് നിലത്തിരുത്തിയിട്ട് വേണ്ടേ? ഒരിക്കൽ പറഞ്ഞ പത്രക്കാരുടെ മുമ്പിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് വേണ്ടേ ഭാര്യയുടെ കൂടെ അല്പസമയം ചെലവഴിക്കാൻ എന്നെ ഇവർ സമ്മതിക്കുന്നില്ല എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ഈ പഞ്ചായത്ത് ഇവർ 7 പേര് ജയിച്ചതിന് ശേഷം പുള്ളി ആ വഴി നോക്കുന്നേ ഇല്ല എന്നാണ് എന്റെ അറിവ്. ആ വഴിക്കട്ട് പോണില്ല, കാരണം സമാധാനമില്ല. രാത്രിയിലും സമാധാനമില്ല, പകലും സമാധാനമില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം 7 പേര് വോട്ടെണ്ണാനൊക്കെ തുടങ്ങിയപ്പോ 1, 2, 3 വാർഡ് ആദ്യം ഒരുമിച്ച് 3 വാർഡിൽ 1, 2, 3 പോയപ്പോ ഒറ്റഘട്ടലാണ്. 4-ാം വാർഡിൽ ഇപ്പൊ ഒരു 10 വോട്ടിന്
ജയിച്ചു എന്ന് കേട്ടപ്പോ ഒരു ചെറിയ സമാധാനം. അത് കഴിഞ്ഞപ്പോ 5, 6 വീണ്ടും ഞെട്ടലാണ്. പിന്നെ ഒന്ന് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വന്നപ്പോ ചൂരക്കോട് പോയി, കാനാമ്പുറം പോയി. ഇവിടെ അരി ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പ് പ്രക്രിയ കിഴക്കമ്പലത്ത് ഇവിടെ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച അന്ന് മുതൽ സാമു സാറിന് ഏറ്റവും വേണ്ടപ്പെട്ടവളായി ഇടത്തും വലത്തും ഇരുത്തി താലോലിച്ച് തലോടി നടന്ന മിനി രതീഷിന്റെ പരാജയം സാമുവിന് അത്ര എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഷൈബി ടീച്ചറിന്റെ വിജയം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീനിജൻ വിജയിച്ചിട്ട് ഇപ്പൊ 5 കൊല്ലം തികയാൻ പോവുക. ഈ 5 കൊല്ലത്തിനിടയ്ക്ക് കുന്നത്തുനാടിന്റെ MLA ആണ് ശ്രീനിജൻ അംഗീകരിക്കാൻ സാബു ജേക്കബിനായിട്ടില്ലെന്ന് പറയും. ഞങ്ങൾ അംഗീകരിക്കും. 3-ാം വാർഡിൽ ജയിച്ചത് 2020-യുടെ പ്രതിനിധിയാണെങ്കിലും ജയിച്ച ആളെ മെമ്പറായി ഞങ്ങൾ അംഗീകരിക്കും. 3-ാം വാർഡിൽ 4-ാം വാർഡിൽ ജയിച്ചത് 2020-യുടെ പ്രതിനിധിയാണ്, ഞങ്ങൾ അംഗീകരിക്കും. ഞാൻ ഉൾപ്പെടുന്ന വാർഡാണ്. ആ വാർഡിലെ മെമ്പർ അവരാണ്, ജയിച്ചാൽ മെമ്പറാണ്. ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ജയിച്ചവരാരാണോ അതേത് രാഷ്ട്രീയ പാർട്ടിയാകട്ടെ. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പ്രതിപക്ഷ നിരയില് ഈ മുന്നണിയിൽപ്പെടാത്ത ആളുകളുണ്ട്. അവർ MLA ആണ്. MLA എന്ന് വിളിക്കേണ്ടത് അവരെയാണ്. ആ മണ്ഡലത്തിൽ MLA ജയിച്ചവരാരായിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, ലീഗ് ആയിരിക്കാം, CPM ആയിരിക്കാം, CPI ആയിരിക്കാം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ആപ്പെട്ട ഒരാള് തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ജയിച്ചയാളെ ജനപ്രതിനിധി എന്നൊക്കെ അംഗീകരിക്കണം. പഞ്ചായത്തായാലും ബ്ലോക്കായാലും ജില്ലയാണെങ്കിലും കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയാലും നിയമസഭയായാലും പാർലമെന്റ് ആയിരുന്നാലും. ആ സംസ്കാരം എന്ത് ഇവർ പഠിക്കാത്തത്? അതുകൊണ്ട് ഇവരുടെ ഉറക്കം പോകും. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ഈ സമരപ്പന്തലിലേക്ക് ഇപ്പോ റഷീദും ബാബു സൈദാലിയും എലിയാസ് കാരിപ്പറയും ഒക്കെ കടന്നു വരുമ്പോ വേറെ ചില ആളുകൾക്ക് ഇപ്പൊ കുരു പൊട്ടുന്നുണ്ടാവും. എന്താണെന്നറിയോ? ഇവരെല്ലാം ഒന്നിച്ചിരിക്കുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒരുമിച്ചിരിക്കുകയാണ്. അതെ, ഒരുമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? എന്താ ഒരുമിച്ചിരിക്കാൻ കാരണം? ചില ഞെട്ടലുകളാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഭിന്നിപ്പാണ്. ഒരുമിച്ചിരിക്കരുത്. ഈ പഞ്ചായത്തിലെ ആളുകളെ പരസ്പരം കള്ളികെട്ടി കളം കെട്ടി അതിനകത്ത് മാറ്റിയിരിക്കുന്ന 2020 നിന്ന് വ്യത്യസ്തമായി ഈ നാടിന്, ഈ കിഴക്കമ്പലം പഞ്ചായത്തിന് ഒരാപത്ത് കാണുമ്പോ ആ ആപത്തിൽ നിന്ന് നാട് രക്ഷിക്കാൻ ഒരുപക്ഷെ പലരും ഒരുമിക്കും, കൈകോർക്കും. എന്താപത്ത്? 2018 ഈ കേരളത്തിൽ അതിഭീകരമായ വെള്ളപ്പൊക്കമുണ്ടായി. നാടൊന്നാകെ മുങ്ങിപ്പോകുമ്പോ ആ വെള്ളം മുങ്ങിയ നാട്ടിൽ ഓടിക്കൂടിയ ആളുകൾ മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല, രാഷ്ട്രീയം നോക്കിയല്ല, പേര് നോക്കിയല്ല, ശത്രുവാണോ നോക്കിയല്ല, മിത്രമാണോ നോക്കിയല്ല, കൈപിടിച്ച് കരക്ക് കയറ്റിയത്. ആ വെള്ളപ്പൊക്കമെന്ന ആപത്തുണ്ടാകുമ്പോ വെള്ളത്തിൽ മുങ്ങിത്താണ് മരിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളെ കൈപിടിച്ച് കരക്ക് കയറ്റാൻ ജാതിയും മതവും രാഷ്ട്രീയവും ഘടകമായിരുന്നില്ല. കോവിഡ് കാലത്ത് ഈ കേരളത്തിലെ ആളുകൾ കോവിഡ് കൊണ്ട് പൊറുതിമുട്ടി ജീവനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് വിലപിച്ചപ്പോ മരണത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിയെത്തിയ കൂട്ടത്തിൽ ക്രിസ്ത്യാനി ഉണ്ടായി, ഹിന്ദു ഉണ്ടായി, മുസൽമാൻ ഉണ്ടായി, കോൺഗ്രസ് ഉണ്ടായി, മാർക്സിസ്റ്റ് ഉണ്ടായി, എല്ലാം ഉണ്ടായി. ഈ കിഴക്കമ്പലത്തൊന്നും 2020-യുടെ ഭരണമുണ്ടായി. 2020 അല്ലേ ഭരിച്ചത്? ഈ 2020 കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുമ്പോ കോവിഡ് വന്നിട്ട് ഒരു FLTS തുടങ്ങാൻ കിഴക്കമ്പലത്ത് കോടാനുകോടികൾ ലാഭമുണ്ടാക്കി ഖജനാവിൽ കെട്ടിപ്പൂട്ടി വെച്ച മുതലാളി, ഈ മുതലാളി പാർട്ടി തയ്യാറായില്ല. അന്ന് MP രാജനും ജേക്കബ് സി മാത്യുവും കാരിപ്പുറ എലിയാസും ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാം അന്ന് ഞങ്ങൾ കൈകോർത്തു. എന്തേ നിങ്ങൾ പറയാഞ്ഞത്? എന്തേ നിങ്ങൾ ഓർക്കഞ്ഞത്? എന്തേ നിങ്ങൾ അതിനെക്കുറിച്ച് വിമർശിക്കഞ്ഞത്? അന്ന് കൈകോർത്തു. എന്തിന്? കോവിഡ് വന്ന് കിഴക്കമ്പലത്ത് ഹതഭാഗ്യരായ കുറെ ആളുകൾ ജീവനും ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്ക് പെട്ടുപോയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി താമരച്ചാൽ മർത്തമറിയം പള്ളിയുടെ കമ്മ്യൂണിറ്റി ഹാള് സൗജന്യമായി പള്ളി കമ്മിറ്റിക്കാർ വിട്ടുതന്നു. ആയിരക്കണക്കിന് രൂപ വാടക കിട്ടേണ്ട ഹോള്, ആ ഹോള് FLTS നടത്താൻ സൗജന്യമായി വിട്ടുതന്നു. ഞങ്ങൾ നാടൊട്ടിക്കിറങ്ങി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി 2020-യുടെ നേതാക്കന്മാരെയും വിളിച്ചു, അവരെയും വിളിച്ചു യോഗത്തിലേക്ക്. ഈ നാട്ടിലെ ജനങ്ങളെ ഈ കോവിഡ് രക്ഷപ്പെടുത്താൻ നമുക്കൊരു സംവിധാനം ഉണ്ടാക്കണം, നിങ്ങൾ വരണം. അവരെയും വിളിച്ചു. BJP-ക്കാരുണ്ടായി, പുക്കാട്ടുപടിയിലെ BJP-യുടെ അയ്യപ്പനുണ്ടായി. BJP എന്ന രാഷ്ട്രീയ പാർട്ടി LDF-നും UDF-നും ഒരുപോലെ എതിർപ്പുണ്ടായെങ്കിൽ പോലും അവരും വന്നല്ലോ. 2020 വിളിച്ചു വന്നില്ല.
ഞങ്ങൾ അവിടെ കൂടി ആലോചിച്ചു. നാട്ടിൽ സഹായിക്കാൻ കഴിവുള്ള ആളുകളെല്ലാം സംഭാവന ശേഖരിച്ചു. കട്ടിൽ വാങ്ങി, കിടക്ക വാങ്ങി, ഡോക്ടർക്കും നേഴ്സുമാർക്കും ഹെൽപ്പർമാർക്കും ശമ്പളം കൊടുത്ത് എത്ര ആഴ്ചയാണ് അവിടെ ആ കോവിഡ് സെന്റർ പ്രവർത്തിച്ചത്? കോടികൾ ലാഭമുണ്ടാക്കി ഇവിടെ ഖജനാവിൽ നിക്ഷേപിച്ച് ലാഭമുള്ള പഞ്ചായത്തിന്റെ പട്ടികയിൽ കിഴക്കമ്പലത്തെ പ്രതീക്ഷിച്ച് ഭൂതം നിധി കാക്കുന്നത് പോലെ ആ നിധിക്ക് കാവലിരുന്ന ഭൂതം എന്തേ ഈ കിഴക്കമ്പലത്താളുകൾ? മിനി രതീഷിന്റെ വാർഡില് ഒരാൾ തൊഴുത്തിൽ കിടന്നല്ലേ മരിച്ചത് കോവിഡ് വന്നിട്ട്? മാക്കിയിരിക്കുന്ന വാർഡിൽ 2 പേർ കോവിഡ് വന്ന് മരിച്ചു. ഒരാൾ കോവിഡ് വന്ന് തൊഴുത്തിൽ കിടന്ന് മരിച്ചു. രണ്ടാമത്തെ ആള് അദ്ദേഹത്തിന്റെ സഹോദരൻ കോവിഡ് വന്ന് മരിക്കാൻ വിധിക്കപ്പെട്ടതിന് തൊട്ടു മുമ്പ് അനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഓടിയെടുത്ത് താമരശാലിലെ ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തിന്റെ നാവിനുള്ളിൽ ഒരു ഹോമിയോ മരുന്ന് വെച്ചു കൊടുത്തതിന് ശേഷം അതിവേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടാണ് ആ ജീവൻ രക്ഷിച്ചത്. ഇവിടെ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? മിനി രതീഷിന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ കണ്ണു തുറന്നാൽ രാവിലെ ഉണർന്നു വരുമ്പോ കാണുന്ന വീടായിരുന്നല്ലോ. തിരിഞ്ഞു നോക്കിയോ? എന്റെ നോക്കഞ്ഞത് അന്ന് ഞങ്ങൾ കൈകോർത്തു ഈ നാട് രക്ഷിക്കാൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, ജയിക്കാനല്ല. അന്ന് കോവിഡ് വന്നപ്പോ കോവിഡ് പെട്ടുപോയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അന്ന് കൈകോർത്തപ്പോ ഒരു വിമർശനം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്. നിങ്ങൾ മാറി നിന്നപ്പോ, നിങ്ങൾ പകച്ചു നിന്നപ്പോ, നിങ്ങൾ ആളുകളെ മരണക്കയത്തിലേക്ക് വിട്ടുകൊടുത്തപ്പോ, കാഴ്ചക്കാരായി നിന്നപ്പോ ഞങ്ങൾ രക്ഷകരായി വന്നു. ഇപ്പോ ഈ കിഴക്കമ്പലത്തിന്റെ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടുമ്പോ ഈ ബസ് സ്റ്റാൻഡ് പണി പൂർത്തിയാക്കി, ഇതിനേക്കാൾ നല്ല ബസ് സ്റ്റാൻഡ് ആയിരുന്നേ മുമ്പുണ്ടായിരുന്നത്, അറിയില്ലേ? ഇതിലും നല്ല ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ. ആ ബസ് സ്റ്റാൻഡ് പണി പൂർത്തിയാക്കിയിട്ട് 1.5 കൊല്ലം തികയുന്നതിന് മുമ്പ് അത് ഇടിച്ചു പൊളിച്ചു നിരത്തി. എന്താണ്? ഞങ്ങളുടേതല്ലാത്ത ഒന്നും ഇവിടെ അവശേഷിക്കരുതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടവും ഒന്ന് നിരത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളല്ല പറഞ്ഞത്, അതുകൊണ്ട് അവിടെ വേണ്ട എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്നാ വേണ്ട, അവിടെ നിൽക്കട്ടെ, അതിന്റെ പുറത്ത് വെച്ചിട്ടുള്ള ആ കളറെങ്കിലും ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിച്ചതാണ്. എഞ്ചിനീയർ വിഭാഗം അതിന്റെ DPCയിൽ കൊടുത്ത പ്രപ്പോസല് അപ്രൂവ് ചെയ്യാത്തത് കൊണ്ടാണ് അത് നടക്കാതെ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതും ആഗ്രഹിച്ചതാണ്. ഇത് പൊളിച്ചു, പണിതു. ഉണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് ഇടിച്ചു മാറ്റി. അവിടെ ഇപ്പൊ കിടക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടല്ലോ, ആ വെയിറ്റിംഗ് ഷെഡ് എന്താ സ്ഥിതി? ഈ വെയിറ്റിംഗ് ഷെഡ് അല്ല ബസ് സ്റ്റാൻഡ് തുറക്കുമ്പോ, ജനകീയമായി തുറക്കുമ്പോ അതിനകത്ത് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, ഒരു സ്റ്റീൽ സ്ട്രക്ചർ. ആ സ്റ്റീൽ സ്ട്രക്ചറിൽ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ മോൾഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനെ നോക്കി വരണുണ്ടോ? എന്താ കാരണം? ഞങ്ങളറിയാതെ, ഞങ്ങൾ അനുവദിക്കാതെ നാട്ടുകാർ ബസ് സ്റ്റാൻഡ് തുറന്ന് അതിനകത്ത് കയറി ഇരിക്കാനെന്ന് ഇരിക്കട്ടെ, അത് ഊരിക്കൊണ്ടുപോയി. ദുഷ്ടന്മാർ അവിടെ ഉണ്ടായിരുന്ന സാധനം അഴിച്ചുകൊണ്ടുപോയി. ഒരാളെ ഇരിക്കരുത് എന്നാണ് തീരുമാനിച്ചത്. ഇത്രയും കാലം എത്തിയിട്ട് ഈ ബസ് സ്റ്റാൻഡിന്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പോ കുന്നത്തുനാട് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ് സംരക്ഷണം. എന്തിനാണ്? ബസ് സ്റ്റാൻഡിൽ പണിയെടുക്കുക. CIAT സംസാരിച്ചു, സാർ എന്താണ് പണിയാൻ പോകുന്നത്? പറഞ്ഞു ഇവിടെ എന്താ പണിയുന്നത് എനിക്കറിയില്ല, ബസ് സ്റ്റാൻഡിനകത്ത് തന്നെയാണ് പണി എന്നാണ് പറഞ്ഞത്. ദിവസം 1, 2, 3 ഇപ്പൊ എത്രയായി? 5 ദിവസമായി. 5 ദിവസമായി ഈ ബസ് സ്റ്റാൻഡിനകത്ത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടന്നതിനിടയ്ക്ക് 5 ദിവസം ഇതിനകത്ത് ആള് കയറുണ്ട്. ഇത് കാപട്യല്ല. ഈ ബസ് സ്റ്റാൻഡ് ജനകീയമായി തുറക്കുമ്പോ കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ഭയങ്കര സാമർത്ഥ്യമാണ്. ഹൈക്കോടതി കൊണ്ടുപോയി ഒരു കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് ചില ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് രജിസ്ട്രി കൊണ്ട് ഉത്തരവിടിക്കുകയാണ്. കോടതിയെ ചതിച്ച് വിധി വാങ്ങി. പണം കൊടുത്താൽ പലതും കിട്ടും, വിധിയും കിട്ടും. കൂട്ടത്തിൽ കോടതിയെ ചതിച്ച് വിധി വാങ്ങും. അതിന് കേൾപ്പുള്ളവനാണ് സാബു ജേക്കബ്. ധാരാളം കള്ളപ്പണം കയ്യിലുണ്ടെന്ന് ഇപ്പൊ ED കണ്ട് മനസ്സിലാക്കി. കള്ളനോട്ടടിക്കുന്നുണ്ട്. ഞാൻ അതെന്നെ വിശ്വസിക്കുന്നത്. കള്ളപ്പണം മാത്രമല്ല, കള്ളനോട്ടുണ്ട്. കിഴക്കമ്പലത്തെ പഴയ ഒരു കള്ളനോട്ടുകാരൻ ഇപ്പൊ കൂടെ ഉണ്ട്, സ്വന്തം സഹചാരിയായി. പണ്ട് ജയിലിൽ പോയ, ഞാൻ പേര് പറഞ്ഞ അദ്ദേഹത്തെ വലുതാക്കുന്നില്ല, ഇവർക്കെല്ലാം അറിയാം. കിഴക്കമ്പലത്ത് കള്ളനോട്ടടിച്ച് ജയിലിൽ പോയി ശിക്ഷ കഴിഞ്ഞ് നാട്ടിൽ വന്ന് തിരുവാളെടുത്ത് നാട്ടിൽ വന്ന് ഗതികിട്ട പ്രേതം പോലെ നടക്കുന്ന ഒരാളുണ്ട്. ആ പേര് ഞാൻ പറയില്ല, ജോസ് മേടിക്കേണ്ട പേര് ഞാൻ പറയില്ല, പേടിച്ചിട്ടല്ല. അദ്ദേഹം കൂടെ ഉണ്ട്, സ്വന്തം സഹചാരിയായി. പണിയൊക്കെ അറിയാം, പണി പഠിപ്പിച്ചിട്ടുണ്ടാവും. കള്ളപ്പണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ED കണ്ടെത്തി. ആ ED കണ്ടെത്തിയപ്പോ ആ കള്ളപ്പണം ഉപയോഗിച്ച് പലതും ചെയ്യാം. കോടതിയിൽ വേണ്ടി വിലക്ക് മേടിക്കാൻ കഴിയുമായിരിക്കും.
നിങ്ങൾക്ക്. എന്നിട്ട് ആ കോടതി ഇന്ന് സമൻസ് അയക്കാൻ തീരുമാനിച്ചിട്ട് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചതിന്റെ പിറ്റേ ദിവസം കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്, കക്ഷികൾ ഹാജരായിട്ടില്ല എന്ന് പറഞ്ഞ് വിധി സമ്പാദിച്ചതല്ലേ? എന്നിട്ടോ അനിൽകുമാർ, ജിൻസി മുസ്തഫ, ടി.വൈ. ജോസ്, വി.ജെ. വർഗീസ് അടക്കം കുറെ ആളുകൾ ബസ് സ്റ്റാൻഡിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞ് വിധി മേടിച്ചു. അവര് ബസ് സ്റ്റാൻഡിൽ കയറാൻ പാടില്ല, അവര് നാട്ടിലിറങ്ങാൻ പാടില്ല, കാലുകുത്താൻ പാടില്ല, ജനമാരും ഈ ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ പാടില്ല, ബസ്സുകൾ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, വിധി വാങ്ങിച്ചു. ഞങ്ങൾ കോടതിയിൽ പോയി, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് വിധി മേടിച്ചത്. കോടതിയുടെ ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തെറ്റ് മനസ്സിലാക്കിയ ജഡ്ജി റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി വക്കീലിനോട് ആവശ്യപ്പെട്ടു. റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോ കോടതി എന്താ പറഞ്ഞത്? കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കിയവരെല്ലാം ആ വിലക്കങ്ങ് മാറ്റി. ബസ് കയറാൻ പാടില്ലെന്ന് പറഞ്ഞ വിധിയങ്ങ് മാറ്റി. ജനം കയറാൻ പാടില്ലെന്ന് പറഞ്ഞ വിധിയങ്ങ് മാറ്റി. ആകെ ഒരു ഉത്തരവിട്ടു. ആ ഉത്തരവ് ഈ ബസ് സ്റ്റാൻഡിനകത്ത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്താൻ എപ്പോഴെങ്കിലും പഞ്ചായത്ത് ആവശ്യപ്പെട്ടാൽ ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് സൗകര്യം ചെയ്ത് കൊടുക്കണം. ആർക്കാ തടസ്സം? ഞങ്ങൾക്ക് തടസ്സമുണ്ടോ? കോടതി പറഞ്ഞില്ലെങ്കിൽ ഞാൻ തടസ്സമുണ്ടോ? ഈ ബസ് സ്റ്റാൻഡിൽ എന്തെങ്കിലും പണി ചെയ്യണം, ആയിക്കോട്ടെ, ഞങ്ങൾ മുന്ന് കാവലെടുക്കാം, ഫണ്ട് നിയന്ത്രിക്കാൻ. ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങൾ അട്ടിവെച്ച് നിരത്തി വെച്ചിട്ട് അത് ആർക്ക് വേണ്ടിയായിരുന്നു? ഇവിടെ ചെറുപ്പക്കാരെ ഡിവൈഎഫ്ഐയുടെ കുട്ടികൾ വന്ന് ഈ ബസ് സ്റ്റാൻഡ് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് അരമണിക്കൂർ കൊണ്ട് കഴുകി വെളുപ്പിക്കാൻ വേണ്ടി വന്നവര് 2 ദിവസം രാവും പകലും ഒന്നും വെളുത്തില്ല. കഴുകിയിട്ടുണ്ട്. കാര്യം മലമൂത്ര വിസർജനം മുഴുവൻ അതിനകത്തായിരുന്നു. കഴുകി വെളുക്കണ്ടേ? അങ്ങനെ വെളുപ്പിച്ച ബസ് സ്റ്റാൻഡാണിത്. ആ ബസ് സ്റ്റാൻഡിനകത്ത് എന്ത് പണിയാണ് നിങ്ങൾ 5 ദിവസം കൊടുക്കരുത്? അപ്പുറത്ത് നിങ്ങളുടെ കെട്ടിടം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അവിടെ അതിനകത്ത് എന്തുമായിക്കൊള്ളട്ടെ, അത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിന് ബസ് സ്റ്റാൻഡ് അടച്ചിടണം? അതിന് മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ അത്രയും സ്ഥലം നിങ്ങൾ കെട്ടി സംരക്ഷിച്ചോളൂ. ഈ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കണ്ടേ? ഞങ്ങളായി തുറന്നിട്ടില്ല. ഇപ്പൊ എന്താ ഉദ്ദേശം എന്നറിയോ? ഞാൻ മനസ്സിലാക്കിയത്, ഒരു 5-6 ദിവസം അടച്ചിട്ടിട്ട്, ഒരു 6 ദിവസം അടച്ചു കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്ന് പരിവാര സമേതം വന്ന് ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം ഒന്ന് നടത്തണം. നടക്കാണ്ട് പോയ മോഹം ഒന്ന് പൂവണിയിപ്പിക്കണം. സാറിന് വന്ന് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം നടത്തണം. ഇനി അതിന് നരേന്ദ്രമോദിനെ കൊണ്ടുവരുമെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ കിഴക്കമ്പലത്തുകാർക്ക് കാണാൻ വേണ്ടി നരേന്ദ്രമോദിയെ കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ച വരുമോ വരാതിരിക്കും അറിയില്ല. പക്ഷേ ഈ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നടത്താൻ ഒന്ന് അടച്ചിട്ടിട്ട് തുറക്കണം. വേണ്ട മുതലാളി, അത് വേണ്ട. ഇത് തുറക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര പാടുപെടണ്ട. ഈ ബസ് സ്റ്റാൻഡ് നിങ്ങളെ ഏതിനേക്കാൾ മനോഹരമായി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ആയിരുന്നു. ആ ബസ് സ്റ്റാൻഡ് നിങ്ങൾ ഇടിച്ചു നിരത്തി. ആ ബസ് സ്റ്റാൻഡ് വീണ്ടും നിങ്ങൾക്ക് തുറക്കാൻ ഉള്ള വ്യാമോഹം വേണ്ട. നിങ്ങൾ ഈ നാട്ടിനകത്ത് വീണ്ടും കലഹത്തിന്റെ ഭിന്നിപ്പിന്റെ മന്ത്രമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ നരേന്ദ്രമോദിയുടെ പള്ളി വിളിക്കുന്നവന്റെ, പൗരത്വം നിഷേധിക്കുന്നവന്റെ, വോട്ട് നിഷേധിക്കുന്നവന്റെ പാളയത്തിലേക്ക് രഹസ്യമായി കൊണ്ട് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കൂട്ടിക്കൊടുക്കുകാരനാണ്. നിങ്ങൾ ജനവഞ്ചകരാണ്. നിങ്ങൾ ഈ നാടിന്റെ ശത്രുവാണ്. നിങ്ങൾ ഈ നാട്ടിലെ നിങ്ങളുടെ പ്രവർത്തകരുടെ ശത്രുവാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പെങ്കിലും നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മെമ്പർമാരായി ജയിച്ചു വന്ന പലരും നോമിനേഷൻ കൊടുക്കാൻ തയ്യാറാകുമായിരുന്നോ? ഇല്ലെന്ന് അവർ പലരും പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ചതി അറിഞ്ഞെങ്കിൽ ഞങ്ങൾ നോമിനേഷൻ കൊടുക്കില്ലായിരുന്നു. ഐക്യനാട് പഞ്ചായത്ത് ഏതാനും പേർ ചേർന്ന് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം അറിയോ? 16 പേര് പഞ്ചായത്താണ്. ആ കേസ് ജയിച്ചു വന്ന പഞ്ചായത്ത് ജയിച്ച മെമ്പർമാർക്ക് ഒരു മാസം 25,000 രൂപ വീതം പാരിതോഷികം അക്കൗണ്ടിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കണേ എവിടുന്ന? 2020 പാർട്ടിയുടെ വെൽഫെയർ ഫണ്ട്. 2020 പാർട്ടിയുടെ വെൽഫെയർ ഫണ്ട് എന്ന് പറഞ്ഞ് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ആണ്. അപ്പോ നിയമോപദേശം തേടി കഴിഞ്ഞപ്പോ ഒന്നങ്ങനെ ചെയ്യാൻ പാടില്ല. 2, ഈ 2020 പാർട്ടിയുടെ ഇപ്പൊ ഞങ്ങള് CPM-ന്റെ ഏരിയ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഉണ്ട്, ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ട്, സംസ്ഥാന കമ്മിറ്റിക്ക് അക്കൗണ്ട് ഉണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെയും അതുപോലെ അക്കൗണ്ടുകളാണ്. ഏതാണ്ട് എല്ലാ പാർട്ടിക്കും അക്കൗണ്ട് ഉണ്ട്. പക്ഷെ അക്കൗണ്ട് ഒരു പാൻ കാർഡിലാണ് പ്രവർത്തിക്കുക. ഒറ്റ പാൻ കാർഡാണ്. ആ ഒരു പാൻ കാർഡിൽ കോലഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെയും എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെയും തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും എല്ലാം ആ ഒരു പാൻ നമ്പർ അക്കൗണ്ട് പ്രവർത്തിക്കുമ്പോ ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ, ഇഡിക്കോ അതല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോ ആർക്കും പരിശോധിക്കാം. കണക്ക് ആർക്കും പരിശോധിക്കാം. എല്ലാ വർഷവും റിട്ടേൺ ഫയൽ ചെയ്യും. ഞങ്ങൾക്ക് വന്നത്, ചെലവായത് കൃത്യമായി പാസ്ബുക്ക് അടക്കം, സ്റ്റേറ്റ്മെന്റ് അടക്കം കണക്ക് പരിശോധിക്കാം. അങ്ങനെ കണക്ക് പരിശോധിക്കുമ്പോ
ഏതായാലും ഇടതുപക്ഷ പാർട്ടി CPM-നില്ല, കോൺഗ്രസിനുണ്ടാവും എന്ന് ഞാൻ ധരിക്കുന്നു.